ആദ്യം അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അല്പം തിരക്കായി പോയത് കൊണ്ടാണ് ഫ്രണ്ട്സ്. ഞാൻ പിന്നെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വീഡിയോസായിട്ടൊക്കെ വരുന്നതാണ്, ഉടനെ വരുന്നതാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചില സാഹചര്യങ്ങൾ നമ്മൾ അവഗണിക്കുകയും നമ്മളെ മറ്റുള്ളവർ അവഗണിക്കുകയും നമ്മളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും നമ്മളെ ആക്രമിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ മറികടന്ന് മുന്നോട്ട് പോവുക. നമുക്ക് ജീവിത വിജയം ഉറപ്പാണ്. പക്ഷേ ഇത് നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം. നമ്മൾ കാരണം മറ്റൊരാളും ആക്രമിക്കപ്പെടാനോ പരിഹസിക്കപ്പെടാനോ പുച്ഛിക്കപ്പെടാനോ ഒന്നും പാടില്ല. ഒരു വിഷമം അനുഭവിക്കുന്ന ഒരാളായാലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രാരാബ്ധങ്ങളാലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടോ ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ നമ്മൾ ചേർത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ കാരണം ഒരാളെ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാക്കാൻ കഴിഞ്ഞാൽ, അതാണ് നമ്മുടെ ജീവിത വിജയമായി നിങ്ങൾ കണക്കാക്കുക. എവിടുന്നോ വന്നവരാണല്ലേ നമ്മളെല്ലാവരും. ഈ ഒരു യാത്ര എവിടുന്നോ വന്നിട്ട് എല്ലാവരും ഒരു യാത്രയിലാണ്. യാത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത യാത്ര. പക്ഷെ പല സാഹചര്യങ്ങളിലും പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടുമുട്ടുന്നവരാണ് നമ്മൾ ഒരുപാട് പേരും. ഉദാഹരണം, നമ്മളൊരു യാത്ര, ഒരു ടൂറ് പോവുകയാണ് എങ്കിൽ ആ യാത്രയിൽ പല ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു യാത്ര കുറേ ഏകദേശം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളായിരിക്കും ചിലപ്പോൾ ആ യാത്ര. ആ യാത്രയിൽ നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെട്ട് നമ്മൾ വളരെ സന്തോഷമായി ആ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതം അല്ലേ? നമ്മൾ ആ യാത്രയിലിടയിൽ കാണുന്ന ഓരോ ആൾക്കാരുമാണ് നമ്മുടെ കൂടെ ഉള്ളതും നമ്മളും എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയിൽ നമ്മൾ മാക്സിമം സന്തോഷമായി മുന്നോട്ട് പോകാറുണ്ട്. അതുപോലെ ഈ കിട്ടുന്ന ഇത്തിരി പോകുന്ന ഈ ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക, സന്തോഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. ഒപ്പം കൂടെയുള്ളവരെയും അതുപോലെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുക. നമ്മൾ കാരണം ആരെയും വേദനിപ്പിക്കാനേ പാടില്ല. എല്ലാവരും നമ്മളെ പോലെയാണെന്ന് ചിന്തിക്കുക. എല്ലാവർക്കും മനസ്സുണ്ട്. അപ്പോൾ അവരുടെ നമ്മുടെ മനസ്സ് നമ്മളെ മനസ്സിനെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ നമുക്ക് എത്രത്തോളം സങ്കടം തോന്നും. അതുപോലെയാണ് നമ്മൾ കാരണം മറ്റൊരാളും വിഷമിക്കേണ്ട ഇട വന്നാൽ അതൊക്കെ നമ്മളെപ്പോഴും ഓർമ്മിക്കുക. എല്ലാവരെയും കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുക. ഓക്കെ. എല്ലാവർക്കും എല്ലാവരെയും സ്വാധീനിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഒരാളെ വിഷമിപ്പിക്കാതിരിക്കാൻ കഴിയുമല്ലോ. അത് മാത്രം നമ്മൾ ചെയ്യുക. വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ആരെയും പുച്ഛിക്കാതെയും പരിഹസിക്കാതെയും ആക്രമിക്കാതെയും ഒക്കെ സന്തോഷമായി മുന്നോട്ട് പോവുക. എല്ലാവരെയും നമ്മൾ കൂടെ കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മൾ കാരണം ഒരു ജീവിതം, അതായത് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതമൊക്കെ അവർക്ക് കിട്ടുകയാണ് എങ്കിൽ, അതിന് കാരണക്കാർ നമ്മളാവുകയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ ലൈഫിൻ്റെ സന്തോഷമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ആ സന്തോഷം എന്ന് നിലനിർത്തുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു. ബൈ ബൈ.